ഹലോ ഫ്രണ്ട്സ്, ഈ ചൂടുകാലത്ത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും കുളിർമ കൊടുക്കുന്ന ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഡ്രിങ്കാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ ഈ ജ്യൂസ് ചെയ്യുന്നതിനായിട്ട് ആദ്യമായിട്ട് നമുക്കൊരു കടായി വെച്ച് കൊടുക്കാം. അത് ചൂടാകുമ്പോൾ അതിലേക്കൊരു 100 ഗ്രാം പച്ചപ്പയറിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് നന്നായി വറന്ന് വരുമ്പോൾ ഒരു മണം വരും. ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കേണ്ടത്. അങ്ങ് തീരെ കരിഞ്ഞു പോകാൻ പാടില്ല. ചെറിയൊരു കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്കിത് മതിയാക്കാം. ഇതിലേക്ക് ഞാൻ 5 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിപ്പോൾ ഇതിനെ തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയ പയർ നന്നായിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷമാണ് വറുത്തെടുത്തത്. ഇപ്പം നിങ്ങൾ അങ്ങനെ അല്ല, ഡയറക്റ്റായിട്ടാണ് നിങ്ങൾ വറുക്കുകയാണെങ്കിൽ ഈ സ്റ്റേജിൽ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതോടൊപ്പം തന്നെ 1 കപ്പ് ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതോടൊപ്പം തന്നെ 10 മിനിറ്റ് കുതിർക്കാനിട്ടിരുന്ന കുറച്ച് നട്ട്സ് കൂടെ ഞാൻ ചേർത്ത് അരക്കുകയാണ്. ഇതിൽ ബാദാം, പിസ്ത, പിന്നെ അങ്ങനെ കൈ കിട്ടിയ കുറേ നട്ട്സൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയ്യിലുള്ളത് എന്ത് വേണോ ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ടോ കപ്പലണ്ടിയോ എന്ത് വേണോ ചേർക്കാം. ഇതും കൂടെ ചേർത്തിട്ട് അരക്കുകയാണ് ഞാനിതിൽ ജ്യൂസ് ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇപ്പം നമുക്കിതിനൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാം. ഈ ഫിൽറ്ററിൽ നിന്ന് ഫിൽട്ടറായിട്ട് വരാൻ ഒത്തിരി നേരം എടുത്തത് കാരണം ആ ഫിൽറ്ററിനൊന്ന് മാറ്റി പിടിച്ചു ഞാൻ. അപ്പോൾ ഇതിലായപ്പോൾ എനിക്ക് പെട്ടെന്നൊന്ന് ശരിയായിട്ട് വന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ബാക്കി കിട്ടില്ലേ, അതിൽ വീണ്ടും കുറച്ച് ആവശ്യമായ വെള്ളം ചേർത്ത് വീണ്ടും മിക്സിയിൽ അടിച്ച് അതിനെ ഫൈൻ പേസ്റ്റാക്കിയാൽ മാത്രം നമുക്ക് ആ പച്ചപ്പയറിൻ്റെ പാല് കിട്ടും കേട്ടോ. നമുക്കതിൻ്റെ സെഡിമെൻ്റ് ആകുന്നില്ല, അതൊന്നും നമുക്ക് ആവശ്യമില്ല, അതൊന്നും ഇത്ര ടേസ്റ്റ് കാണില്ല. ഈ പാല് മാത്രമാണ് എടുക്കേണ്ടത്. ടോട്ടലായിട്ട് ഞാനിവിടെ 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ജ്യൂസർ ഗ്ലാസ് ഇല്ലേ, നമ്മൾ സർബത്ത് ഗ്ലാസ്, അതിൽ 6 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അത് കാരണം 150 ഗ്രാം പച്ചപ്പയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ 4 പേർക്കൊക്കെ ആണെങ്കിൽ 100 ഗ്രാം ധാരാളം മതിയാവും. ഇപ്പോൾ ഇതിലേക്ക് നല്ല പൊടിച്ചു വെച്ചിരിക്കുന്ന ശർക്കര കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം ഒരു പിഞ്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അതിടുമ്പോൾ നമുക്ക് അതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ആവും. പിന്നെ എടുത്തു പറയേണ്ടത് വെള്ളം ഐസ് വാട്ടറാണ്. ഐസ് വാട്ടർ ഇല്ലെങ്കിൽ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അതും മതിയാവും. ഐസ് വാട്ടറിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ജ്യൂസ് കുടിച്ച ഒരു ഫീല് കിട്ടുകയുള്ളൂ. നമ്മൾ അരച്ച് ചേർത്ത നട്ട്സ് ഒട്ടും തന്നെ വേസ്റ്റ് ആകാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് അരച്ച് ചേർത്താലും മതിയാവും. ഞാനിതിൽ കുറച്ച് ഫിൽട്ടർ ചെയ്തു പോയി, അപ്പോൾ അതിൻ്റെ കുറച്ചൊക്കെ മാറിപ്പോയിരിക്കും. പിന്നൊന്ന് ഈ ഫ്രൈ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ പയർ കരിഞ്ഞു പോകാനും പാടില്ല. മധുരത്തിനായിട്ട് ശർക്കര തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ആയാലും കരിപ്പട്ടി ആയാലും നന്നായിരിക്കും. ഞാൻ കരിപ്പട്ടിയിൽ ഇത് ചെയ്ത് പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇപ്പം ഞാൻ ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിനെ നമുക്ക് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് നേരം കുതിർക്കാനിട്ടിരുന്ന ചിയാ സീഡ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ആ ചിയാ സീഡും കൂടെ ഇട്ട് നമുക്കിതിനൊന്ന് സെർവ് ചെയ്യാം. അങ്ങനെ അടിപൊളിയായിട്ടൊരു ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. ഞാൻ എത്ര തന്നെ നല്ലതെന്ന് പറഞ്ഞാലും നിങ്ങളിത് ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. സോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. വെരി ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആൻഡ് സിമ്പിളാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. എനിക്കിപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് പിന്തുണയായിട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം അത് മാത്രം പോരാ, ഇനിയും കുറേ കടമ്പകൾ കടക്കേണ്ടതുണ്ട്. വാച്ച് അവേഴ്സ് കൂടണമെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടാൽ മാത്രമേ പറ്റുള്ളൂ. സോ എല്ലാവരും വീഡിയോസ് കണ്ട് എൻ്റെ ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ഫോർ നൗ.